ശരി ചോര ഒരു ജിന്നടിക്കാൻ വേണ്ടി 20,000 കളഞ്ഞു. അത്രയൊന്നുമില്ല, 10 ആ മിസ്റ്റ് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. പൊളി, നൈസ് പ്ലാനാണ്. ഞങ്ങൾ ഇന്നലെ എന്നാ ചെയ്യണമെന്ന് പോസ്റ്റ് അടിച്ചു. ഞാൻ ശരിക്കും എങ്ങനെ തുടങ്ങിയത് അറിയോ? ഞങ്ങള് ജിമ്മിൽ പോയി, വർക്ക്ഔട്ട് ചെയ്തു. ഞാൻ ഓർത്ത് വൈകിട്ട് നിങ്ങൾ വരും, അപ്പൊ നമുക്ക് ചില്ലാന്ന് വിചാരിച്ച്. ഞാൻ മറ്റേ നാട്ടിലെ വൈബായിരുന്നു. നാട്ടിൽ നമ്മള് ഇറങ്ങുക, കുപ്പി എടുക്കുക, എണ്ണം പോയിരുന്ന് അടിക്കുക, അതല്ലേ ഇവിടെ. പക്ഷേ സീന നമ്മൾ ആലോചിച്ച് എവിടെ ഇരുന്ന് അടിക്കും, അടിക്കുക സ്ഥലമില്ല ഇവിടെ നമ്മളൊരു വൈബ്. വെയില് ഇത്ര നേരം, സമയം നട്ടുച്ചയായി, അത് വേറെ കാര്യം. എന്നിട്ട് ഞങ്ങള് എന്നാ ചെയ്യുന്നത്, ഞാൻ കഴിച്ചാലോ, കഴിക്കാൻ മൂടില്ല, ഹോട്ടലിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക, എന്നാ രാമൻ അടിച്ചാലോ അപ്പൊ ആണ് വിചാരിച്ച് എന്നായിരുന്നു. അപ്പൊ ലോണാവാല ഞങ്ങളോർത്തു ഇതെന്നാ ചെയ്യും, ഫുഡ് കഴിക്കണം, ഫുഡ് കഴിക്കാനും മൂടില്ല. പിന്നെ നത്തിങ് ബട്ട് ചിക്കനിൽ പോയി, അവിടെ പോയി ഒരു സാലഡ് അടിച്ചപ്പം ഇവനിങ്ങനെ പറഞ്ഞു ലോണാവാല പോയാലോ. അപ്പൊ വിചാരിച്ചു ശരിയാ, ഒമാര് കാറിക്കോട്ടെ. അതിനെന്നെ അവന്മാര് ബോയ്സ് ആയിട്ട് ചില്ലയാണ്, നമ്മളിപ്പം കൂട്ടുകാരായിട്ട് വരുവാണ്. ഇതുപോലെ നിന്റെ ആ പ്രായത്തിൽ ഇതൊക്കെ തന്നെയല്ലേ. എന്ന് പറഞ്ഞാ ഒരു 40 ഒരു 18 ആ കോളേജ് ഇതുപോലെ തന്നെയല്ലേ നമ്മള് കണ്ടു കഴിഞ്ഞാൽ 18 തോന്നില്ലയോ? കൊച്ചു പിള്ളേരാ അവന്മാര്. മറ്റേ ചപ്രി കണ്ണാപ്പി മറ്റേ ഞങ്ങള് പണ്ട് ഈ എന്നിട്ട് ബാക്കി പറ. അത്രേ ഉള്ളു, വേറെ ഒന്നുമില്ല. ഇത് വലിയ കഥയൊന്നും അല്ല, എത്രേ ഉള്ളു. അപ്പൊ നമ്മള് തിരിച്ചു. ഇന്നലത്തെ വരവ് തന്നെയായിരുന്നു, എന്നെ ബ്ലോക്ക് ആയിരുന്നു മറ്റേ ട്രക്ക്. വലിയ സീനില്ല, കുറച്ചു നേരം ഉള്ളായിരുന്നു. അല്ലല്ല, അത് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ ആയി. അത് ഇങ്ങനെ എടുത്തോണ്ട് പോയാണ്ടോ അതിന്റെ പുറകെ നമുക്ക് അനങ്ങാൻ പറ്റത്തില്ല. ഇത്ര നേരം അത് ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ ആണ് ട്രക്ക്. ട്രക്കൊക്കെ ബ്രേക്ക് ഡൗൺ പിന്നെ ആവുന്നു കേറ്റത്തിൽ നിന്നാ പിന്നെ അത് വലിയ ഒരുത്തൻ വട്ടം വെച്ചു, ഒരു കാർ ഇങ്ങനെ വെച്ചു, സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിന്ന് അവിടെ, പിന്നെ അത് കേറത്തില്ല, അവിടെ കിടന്ന് ഇരക്കിയത്. മഞ്ഞെല്ലാം പോവാ, മഞ്ഞുമേൽ ബോയ്സ്. ഇതിന്റെ ഇടയിൽ കൂടെ ലോറിയോ എന്തായാലും തോലിക്കാവും. നല്ല സുഖം എവിടെ എത്തിക്കാലോ, നല്ല സുഖമായിരുന്നു. പക്ഷെ വെയിലിപ്പോ വരും, മഞ്ഞ് വരും, ഫുള്ള് മഞ്ഞ് പോയി. ചന്തിക്കൊരു തണുപ്പുണ്ട്, അത് പാറയുടെ, അത് നനഞ്ഞ സ്ഥലത്തിരിക്കുന്നുണ്ട്. അല്ലാതെ വലിയ സുഖമാണ്. മഞ്ഞാന്ന് പറഞ്ഞിട്ട് ചൂടാണ്. നമ്മുടെ നാട്ടിൽ അത്രയും എടാ ഇതിപ്പോ നട്ടുച്ചയാ, ഇപ്പൊ ഇവിടെ വെയിലത്ത്. നമ്മള് മൂന്നാർ ഭാഗമൊക്കെ പോകുന്ന സമയത്ത് നട്ടുച്ചയാണെങ്കിലും ഒരു തണുപ്പ്. ഇവിടെ തണുപ്പുണ്ടല്ലോ, എനിക്ക് തണുപ്പ് അങ്ങോട്ട് കിട്ടും. ഇപ്പൊ ഇച്ചിരി വെയിൽ വരുന്നുള്ളൂ, പക്ഷെ എനിക്ക് തണുപ്പുണ്ട്, ഒരു ചെറിയൊരു തണുപ്പുണ്ട്. നമ്മള് ഫ്രിഡ്ജ് തുറക്കുമ്പോ ഒരു തണുപ്പ് വരത്തില്ലേ, അകത്തിരിക്കുമ്പോ ആ സാധനം വരുന്നുണ്ട്. ഫ്രിഡ്ജ് തുറക്കുമ്പോ ആരും നമുക്ക് കൊച്ചിലല്ല ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെച്ചു പോയി നോക്കണം. ഒന്നുമില്ല, ഞങ്ങളുടെ സ്റ്റാഫ് ഹൗസിലെ ഫ്രിഡ്ജിൽ ആ ഫ്രിഡ്ജിൽ ഒന്നും ഇല്ലെന്ന് അറിയാം. നമ്മളെ വീട്ടിലെ ഫ്രിഡ്ജ് പോലും അല്ല, ആ ഫ്രിഡ്ജിൽ ഒന്നുമില്ല. ഞാൻ എന്തായാലും ഇടയ്ക്ക് എന്തേലും കാണുമായിരിക്കും ഒരു പ്രതീക്ഷ. അതെ, ഇതെല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മളെ വീട്ടിൽ കയറി തുറക്കുന്നില്ല, ഫ്രിഡ്ജ് ഇങ്ങനെ പോയി തുറന്നു ചുമ്മാ ഓരോ റൗണ്ട് അടിച്ച് വരുമ്പോ ഫ്രിഡ്ജിന്റെ തുറന്ന് പുതിയ ഐറ്റം അതിനകത്ത് കുറച്ച് മുട്ടയുണ്ട്, പച്ചക്കറിയുണ്ട്, മറ്റേ ഒരു ബട്ടറിന്റെ ഒരു ഇത് കാണും. പുല്ല് നമ്മളെപ്പോഴും എന്തേലും ഒന്നും അതിനകത്ത് വെക്കത്തുമില്ല, എപ്പോഴും അതിനകത്ത് എന്തേലും കാണുമായിരിക്കും എന്ന് ഓർത്ത് പോയി നോക്കുകയും ചെയ്യും. പക്ഷെ ചിലപ്പോ വീട്ടിലാണോ ചിലപ്പോ എന്തേലൊക്കെ കിട്ടും. അമ്മ എന്തേലൊക്കെ നൈസിനെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അവിടെ പിന്നെ ഞങ്ങളുടെ അവിടെ അങ്ങനല്ല, ഞാനുള്ളത് ഞാൻ എല്ലാ ആദ്യം തന്നെ രാജിക്കൊണ്ട് ഡെയിലി പർച്ചേസ്. എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പണ്ട് ഈ ഓരോ റിലേറ്റീവ്സിന്റെ ഓരോരുത്തരുടെ വീട്ടിൽ പോകത്തില്ല, അവരുടെ വീട്ടിൽ പോയാൽ എപ്പോഴും എന്തെങ്കിലും തിന്നാനുണ്ട്, അതായത് സ്നാക്സോ അല്ലെ നമ്മൾ വാങ്ങിച്ചോണ്ടോ അല്ല അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ഞാനത് ബാക്കി വെക്കാറില്ല, മേടിച്ചപ്പം തന്നെ തീർക്കും. അത് വേറൊരു കോമഡി എന്ന് പറയും, ബന്ധുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും വാങ്ങിക്കുന്നത്, കാരണം അവർക്ക് ഈസിയായി നമുക്ക് എന്തായാലും നമുക്ക് വേണം. പിന്നെ കൊച്ചില് വേറെ സീനുണ്ട്, അവരിങ്ങനെ അല്ലേ നമ്മൾ അവരിങ്ങനെ പോയാൽ നോക്കി ഇങ്ങനെ എന്തേലും കാണും, അപ്പത്തേക്കും അവര് പോയി അമ്മേ ഇതെടുത്തോ. അല്ല ചില സമയം നമ്മള് എന്തേലും ഒരു സാധനം കഴിക്കാൻ ആഗ്രഹിച്ച് ആരെങ്കിലും വീട്ടിൽ കൊണ്ടുവരും, ഇനി പിന്നെ ഇവരിനി ഫോളോ ചെയ്തില്ല അല്ലെങ്കിൽ നൈസിന്. പിന്നെ പണ്ട് ഇൻസ്റ്റമായിട്ട്
എപ്പോ വേണേലും കിട്ടും. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് ആരും വെളിയിൽ പോയാൽ അല്ലെങ്കിൽ കടയിൽ പോയി എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ബാക്കി വെക്കാറില്ല. ഒരു സാധനം മേടിച്ചാൽ ഒരു വിത്തിൻ സെക്കൻഡ്സ് തീർക്കുന്ന പരിപാടിയേ ഉള്ളൂ. എനിക്ക് എപ്പോഴും തോന്നി ഇവരുടെ വീട്ടിൽ എങ്ങനെ ഈ സാധനം ബാക്കി വരുന്നത്. നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ തരത്തില്ല, ഇങ്ങനെ ബിസ്ക്കറ്റോ ഫ്രൂട്ട്സോ. ഫ്രൂട്ട്സ് ഒക്കെ പിന്നെ അത് ഓൾറെഡി നമ്മൾ വരുന്നത് വിളിച്ചു പറഞ്ഞിട്ടല്ലേ പോകുന്നതാ. എന്നാലും അല്ലാതെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമ്മൾ അങ്ങനെ. എന്നാലും ഞാൻ അവരുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട് അവരിങ്ങനെ പെട്ടിക്കകത്ത് സ്നാക്സ് ഒക്കെ വെക്കുന്നത്. ഇങ്ങനെ എന്തിനേലും വേണ്ടി അതൊക്കെ. ആ വീട്ടിൽ പിള്ളേരില്ല, ഒന്നാമത്തെ പിള്ളേരുണ്ടെങ്കിൽ അത് തീരും. മേ ബി അതായിരിക്കും ഒരു റീസൺ. പിന്നെ ചിലവരെന്നാ ഈ ഒരു പാക്കറ്റ് ഒരു ചിപ്സ് എന്തെങ്കിലും മേടിച്ചു അതിൽ നിന്ന് കുറച്ചെടുക്കുക ബാക്കി വെക്കുക. നമ്മളതിന്റെ ഒരു കവർ എടുക്കുക, അത് തീർന്നിടം വരെ ഇനി അടുത്ത് തന്നെ തിന്നും. ഇങ്ങനെ ഇതാ എപ്പോഴും മറ്റേ റഡാർ ഓണായിരിക്കും. ഇനി അടുത്ത് എന്ത് തിന്നും അപ്പോഴായിരിക്കും അവിടെ മറ്റേ സാധനമുണ്ട് നേരെ. അത് രാത്രിയിൽ എപ്പോഴും എനിക്ക് പണ്ട് വരുമായിരുന്നു. ഞാൻ കുഞ്ഞുനാള് രാത്രി മറ്റേ കുഞ്ഞുനാളെന്ന് പറയുമ്പോൾ ഒരു 3-4-5-6 വയസ്സൊക്കെ ഉള്ള സമയത്ത് അമ്മ പറയുന്നതൊക്കെ രാത്രി എപ്പോഴും എണീറ്റ് മറ്റേ പാലും ബിസ്ക്കറ്റും 12 മണിയാകുമ്പോൾ ആരോ റൂട്ടുണ്ടല്ലോ, എന്റെ അപ്പാപ്പന് മേടിച്ചേക്കാം അടിപൊളി. ഇപ്പോഴത്തെ വശം വലിയ സുഖമില്ല, പണ്ടത്തെ നല്ല ആരോട്ട്. എനിക്ക് പാലും ആരോ റൂട്ടും. അത് എത്ര രാത്രി 12 മണി. രാത്രി അമ്മച്ചിയെ പൊക്കും ഞാൻ, വേറെ ആരും എഴുതത്തില്ല. അമ്മച്ചി ഒരു കട്ടൻ കാപ്പി. പക്ഷെ വേറൊരു സംഭവമുണ്ട്. നമ്മൾ പാലിനകത്ത് ബിസ്ക്കറ്റ് മുക്കി കഴിച്ചാലും വെള്ളത്തിനകത്ത് മുക്കി കഴിച്ചാലും ഒരേ ടേസ്റ്റ്. വെള്ളത്തിലാകും ടേസ്റ്റ് കൂടുതൽ. ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ കഴിയുന്നത് വെള്ളത്തിലേ വെക്കാറുള്ളൂ. ഞാനിത് ഹോസ്റ്റലിൽ ആദ്യമായിട്ട് എനിക്ക് അപ്പൊ ഞാൻ ഒരുത്തന്നെ അടുത്ത് വെള്ളത്തെ നോക്കി തിന്നുന്നത്. ഹോസ്റ്റലിൽ നമുക്ക് എപ്പോഴും സാധനം കിട്ടത്തില്ലോ. ചില ദിവസം ചായ തീരും, അല്ലെങ്കിൽ ചിലപ്പോൾ ബിസ്ക്കറ്റ് എക്സ്ട്രാ കാണും. അപ്പം ഞാൻ അതൊക്കെ ഒരുത്തൻ വെള്ളത്തിനാണ് നോക്കി. ഞാൻ അവനോട് ചോദിച്ചു നീ എന്ത് കഴിക്കുന്നത് അയ്യേന്ന്. ഞാൻ ജസ്റ്റ് മുക്കി തിന്നപ്പോഴത്തേക്കും സെയിം. ചിലവന്മാരുണ്ട് ഈ മറ്റേ ഈ പാൽ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അതിനകത്ത് ഈ പാർലേജ് എല്ലാം കൊടുത്ത് കലക്കി അടിക്കും. അത് ഞാൻ ചെയ്തിട്ടില്ല. അത് ഭയങ്കര ടേസ്റ്റ്. പാർലേജ് മാത്രം, പാർലേജിന്റെ ബിസ്ക്കറ്റ് ഹോർലിക്സ് പോലെ കലക്കി കുടിക്കാം. പാർലേജ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ? ആ കൊച്ചിപ്പോ വളർന്ന് പിള്ളേരൊക്കെ അത് കണ്ടായിരുന്നോ? ചത്തോ? എത്ര വയസ്സിലെടുത്തത്? അവരുടെ ഇടയ്ക്ക് ഇതുപോലെ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. അത് ഇവരാ പണ്ട് അവരിപ്പോ 2 പെറ്റ് ഇരിക്കുക. എന്നാലും ആലോചിക്കും ഒരു കമ്പനി ആ കൊച്ചിന്റെ ആ പുള്ളിയുടെ വല്ല മോളായിരിക്കും അല്ലേ? അതിന് പോലും സ്വന്തം മോളെ വെച്ച് ലുക്ക് വരുന്നത് കൊച്ചിന്. അടങ്ങി നമ്മളല്ലേ അവരുടെ അടുത്ത് പറയുന്ന പോലല്ല. കോളേജിക്കാരെല്ലാം പാർലേജ് എനിക്ക് ഇഷ്ടം. അങ്ങനെ പറയാം ഉടനെ അത് പൊടിഞ്ഞു. ഇവന്മാർക്ക് ഒരു ഉണ്ടാക്കുമ്പോ ഇതൊക്കെ നോക്കിക്കൂടെ മുക്കി ഉടനെ പൊടിഞ്ഞു. ഏറ്റവും ബെസ്റ്റ് പറയാം പാർലേജ് പോലത്തെ ബിസ്ക്കറ്റ്, ടൈഗർ, പാർലേജ്, ഇതൊക്കെ ഞാൻ മറ്റേ ഡോക്ക് ചെയ്തായിരിക്കും. 4 ഒരുമിച്ച് മേടിച്ചു. അല്ല ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. ടൈഗർ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് റൂട്ടിന്റെ ഒരു കുഴപ്പമുണ്ട്. ആരോ റൂട്ട് നമ്മൾ ഭയങ്കര വലിയ കപ്പ് എടുക്കണം. അതിന്റെ ഡയമണ്ട് കേറത്തില്ല, ഞാൻ എന്നിട്ട് മറ്റേ ഇടിച്ചൊക്കെ കുത്തി അല്ലേ. പിന്നെ അതുണ്ട് മേല് വരെ വെള്ളം നിറച്ചിട്ട് അതിന്റെ ഒരു അറ്റം മുക്കിയിട്ട് തരിച്ചു വെച്ചത്. ഇത് മറ്റേ പണ്ട് PS2 സീഡ് വറക്കാത്ത ഒരു പരിപാടിയുണ്ട്. അത് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഞങ്ങൾ പഠിച്ചത് ഞങ്ങളുടെ ചേറ് കണ്ട് ചേട്ടന്മാരുണ്ട്. ഇവര് ഇതാ പരിപാടി. ഈ സാധനം പിടിച്ച് പൊക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടം മറ്റേ സീഡ് ഇങ്ങനെ ഒരേന്ന ശബ്ദം കേൾക്കാം. അപ്പൊ അത് വർക്കാകുന്നുണ്ട്. ചില സമയത്ത് പ്ലേ സ്റ്റേഷന്റെ CD കിട്ടാ വർക്കാകത്തില്ല. അതിന്റെ സംഭവം ആദ്യമേ പ്ലേ സ്റ്റേഷന്റെ ലോഗോ വരും, ചൂന്നൊരൊച്ചയൊക്കെ വന്ന് ഇങ്ങനെ വരും. അത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് വർക്കായോ ഇല്ലയോ. അത് കഴിഞ്ഞേ അറിയാം. പക്ഷെ ഈ സാധനം എപ്പോഴും വരും. നക്ഷത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളപ്പോ എപ്പോഴും ആ ഒച്ചയൊക്കെ ഇങ്ങനെ നോക്കിക്കല്ലേ, ദൈവമേ ഇപ്പൊ റെഡി ആവണേ 4 പേരിങ്ങനെ പ്രാർത്ഥിക്കുക. ആ സാധനം വന്ന് പെട്ടെന്ന് പോയാൽ വർക്കായെന്നർത്ഥം. പക്ഷെ അതിങ്ങനെ നിൽക്കുവാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ ഒറിജിനൽ CD അല്ലേ മറ്റേ ചാത്തൻ. ഇവന്മാര് അന്ന് ഇന്റർനെറ്റ് ഉള്ള കടക്കാർ ഇത് ഡൗൺലോഡ് ചെയ്യും, നമുക്കത് വിൽക്കും. അങ്ങനെ അതിന്റെ മെയിൻ സംഭവം എന്താ പറയുക, ഇതിങ്ങനെ വർക്കാവായിരിക്കുമല്ലോ. ഇത് ശരിയാക്കുള്ളൂ. ഇത് ഇട്ടിക്കും, പേസ്റ്റ് തേക്കും, എന്നിട്ട് ഫുള്ള് എന്തൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്നുകൂടി ഇട്ടേക്കും. എന്നിട്ടും വർക്കാതെ ഫ്രീസറി വരെ വെച്ചവന്മാരെനിക്ക് അറിയോ. ഫ്രിഡ്ജ് ഇതിങ്ങനെയും ഒന്ന് വർക്കാകുമോ? അതേതാ ബുദ്ധിമാൻ?
നമ്മുടെ കസിൻസ് ഒക്കെ തന്നെ എടാ. പക്ഷെ വർക്കായ ചരിത്രമുണ്ട്, വർക്കായ ചരിത്രമുണ്ട്. ഈ ചെരിച്ചു വെച്ച സാധനവും വർക്കായ ചരിത്രമുണ്ട്. വർക്കാവും. എനിക്ക് തോന്നുന്നു എന്തോ റീഡാവാതെ കിടക്കുന്ന ഒരേ നമ്മളെ വണ്ടി CPO വർക്കാതെ ഒരു ചവിട്ട് കൊടുക്കുന്നു അതുപോലെ. അപ്പൊ വർക്കാവും, രണ്ടടി കൊടുക്കുന്നു, അപ്പൊ വർക്കാവും. ആ സെയിം ടെക്നോളജി അത്. പക്ഷേ ഈ പേസ്റ്റ് 2 തട്ട് അതൊക്കെ എങ്ങനെ ടി വി മറ്റേ ഓർമ്മയുണ്ടോ? പണ്ടില്ല ഈ വലിയ ടി വി ഉള്ളപ്പോ അതിനകത്ത് ഇങ്ങനെ വര വരും, 2 കൊടുക്കുമ്പോൾ അതൊരു പിഴച്ച സൗണ്ട്. ഹൈ സ്റ്റാറ്റിക്. അതും നമ്മൾ നല്ല ഓളിയത് വെച്ചേക്കുമായിരിക്കും. അപ്പോഴായിരിക്കും ഈ പുല്ല് കയറി വരുന്നത്. ഈ ഒച്ച കേൾക്കുമ്പോഴാ ദേഷ്യം വരും. പണ്ട് എന്തെങ്കിലും കുത്തണമെങ്കിൽ മറ്റേ 3 ടൈപ്പ് പിന്നെ റെഡ് ഓടിയോടൊക്കെ. ഇത് എങ്ങോട്ട് കുത്തണോ കറണ്ട് അടിക്കാതെ ഇടയ്ക്ക് അതാ പിടിക്കാൻ കറണ്ട് അടിക്കും. അത് ഒരു പ്രാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെറിയ കറണ്ടല്ല, ഒരു പ്രാവശ്യം പിടിച്ചത് നല്ല കറണ്ട്. കൈ കൂടെ വരെ ചോന്നു. ഈ പണ്ടത്തെ സാധനങ്ങൾ കാണാൻ ഒരു ഭംഗിയുണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്. കാരണം അവര് അതിന്റെ നിറം ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് എല്ലാം ഒരേപോലെ ആണെങ്കിൽ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ. പണ്ടത്തെ എല്ലാ സാധനം TV ആണേലും TVക്കകത്ത് തന്നെ ഉള്ള ഒത്തിരി എല്ലാവരും കാണാൻ പണ്ടത്തെ 90s സാധനത്തിനെല്ലാം കാണാൻ ഒരു ഭംഗിയുണ്ട്. ഇപ്പോഴത്തെ TV എന്ന് പറയുന്നത് മറ്റേ മൈക്രോ ലൈറ്റ് ലേസർ പോലത്തെ ലൈറ്റ്. മറ്റേ പണ്ടത്തെ എന്ന് പറഞ്ഞാൽ വലിയ ബൾബായിട്ട് ടിവിയുടെ പുറകെ ഒരു സാധനം ഇങ്ങനെ അതിനെന്താ പറഞ്ഞ കാവിറ്റേഷൻ ഡ്രൈവ് അങ്ങനെ എന്തോ, അങ്ങനെ കാവിറ്റേഷൻ ട്യൂബ്. ഈ TV നന്നാക്കാൻ നേരത്തെ പുള്ളി വന്ന് തുറന്നു. ഞാൻ അത് പഠിക്കാനുണ്ടായിരുന്നു. അതിനകത്ത് മറ്റേ ഇലക്ട്രോണിക്സ് ഇങ്ങനെ അങ്ങനെ എന്താ സാധനം. പണ്ടത്തെ 90s കളിപ്പാട്ടം നല്ലതാ. ഈ എല്ലാ സാധനവും നല്ലതായിരുന്നു. എന്റെ കളിപ്പാട്ടം ഞാൻ പറയാം. മറ്റേ പെരുന്നാൾ വരും പള്ളിയിലൊക്കെ റിമോട്ട് കൺട്രോൾ കാർ മേടിക്കണം. ബോട്ടിന്റെ അടിയിൽ പിന്നെ മറ്റേ ഇത് നീന്തുന്ന മീന്. വേറൊരു OG കളിപ്പാട്ടുണ്ട് നമ്മുടെ കിണറ്റിന് വെളിയിടുന്ന ആ സാധനമില്ലേ, മറ്റേ കപ്പി. അത് കമ്പ വെച്ചിട്ട് ഉരുട്ടിക്കൊണ്ട് അത് പറഞ്ഞത് മറ്റേ അമ്മച്ചി വീട്ടിൽ നമ്മള് സാറ്റ് കളിക്കുന്നൊക്കെ ഓർക്കുന്നുണ്ട്. സാറ്റ് കളി നമ്മള് വീട്ടിലല്ല കളിക്കുന്നത്, വീട്ടിലല്ല. ഇത് വീടിന്റെ അപ്പുറത്ത് പറമ്പ, വേറെ ആൾക്കാരുടെ പറമ്പ. അതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ ഓടി ഏതെങ്കിലും പുലിന്റെ ഒക്കെ ഇടയ്ക്ക് പോയി. മറ്റേ പശുക്കൂട്ട് ഒരാൾ വിളിക്കാതെ പശുവിന്റെ മൂട്ടി പോയി. ഇങ്ങനെ ഞങ്ങള് കൊറോണ സമയത്തൊക്കെ കളിക്കുമായിരുന്നു അവിടുത്തെ പിള്ളേരുമായിട്ട്. ഞാനൊക്കെ എവിടെ പോയി വിളിച്ചു കാട്ടിനകത്ത് ഇതുപോലെ കാട്ടിനകത്ത് കയറി കിടക്കും. കാട്ടിന്റെ അകത്ത് ഒരു കരടി ആരേലും അയ്യോ അതൊക്കെ ചുമ്മാ വിഷയമായിരുന്നു സാറ്റ് കളി. വൈകിട്ടാകുമ്പോ മറ്റേ അടുത്ത് വീടിനടുത്തുള്ള കൊച്ചു പിള്ളേരെല്ലാം വരും. ഞാൻ അവരോട് കൂടും സാറ്റ് കളിക്കാൻ. രസമായിരുന്നു ചൈൽഡ്ഹുഡ്. ഞാൻ ഒരു തന്നെ ഞാൻ കല്ലെടുത്തിട്ടുണ്ട്. ആരാ പറയാ, മറ്റേ താഴത്ത് അമ്മച്ചേന്റെ താഴെ ചെക്കനില്ലായിരുന്നു, പേര് ഞാൻ മറന്നു. എനിക്ക് എന്നിട്ട് ഭയങ്കര സീനായി കലിപ്പായി. എന്നിട്ട് അവര് മറ്റേ വീട്ടിലേക്ക് വന്ന് കലിപ്പായ സീനല്ലേ. ഞാൻ കല്ലെടുത്ത് ഒച്ച ഇങ്ങനെ ഹായ് പറയാൻ വേണ്ടി അല്ലെങ്കിൽ വിളിക്കാനായിട്ടാ കേൾക്കുന്നു. അവന്റെ തല എന്തോ കല്ലെടുത്തു അത് കൃത്യ തലയുടെ പറയും ചോര. ഞാൻ പിന്നെ ഓടി കണ്ടപ്പോഴും ഞാൻ ഒന്നും അറിയാത്തല്ല വീട്ടിൽ കയറി. ബാബു കരച്ചിലോറ് കരച്ചു. ഞാനൊന്നും ഉണ്ടോ? എല്ലാരും ഉണ്ടായിരുന്നു. അത് ഈ നമ്മൾ ഈ വലിയ അവധി സമ്മർ ഹോളിഡേസ് ഒക്കെ ഇട്ട് ഇങ്ങനെ കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോയി നിൽക്കുന്നത് ഭയങ്കര രസമായിരുന്നു. ഇത് അത് വിറ്റന്നെ അറിയാം. ഞങ്ങളുടെ വലിയ മൂത്ത 2 പേരുണ്ട്. കലച്ചേട്ടനോട് ഇവിടെ ഇറങ്ങാൻ പോകാൻ പറ്റും. നമ്മളൊക്കെ മറ്റേ കൊച്ച അവര് കലച്ചേട്ടൻ വരും. അവർക്ക് വയസ്സ് കൂടുതലായി, മറ്റേ പിഴയ്ക്കുന്ന ടൈമായി. ഞാൻ മറ്റേ ചെറുതായി. വീട്ടിലുള്ളപ്പോ ഇങ്ങനെ കൂടെ കൊണ്ടുപോയി എന്നിട്ട് അവസാനം അപ്പൊ ഓക്കെ ശരി അതിന് സെക്കൻഡ് ചെക്കനാണോ തീർക്കുന്നത്. അതുവരെ ഞങ്ങളെ മൈൻഡില്ല. ഞാനും എന്റെ ഒരു ആനീനും ഉണ്ട്. അയ്യോ പണ്ടിങ്ങനൊന്നും അല്ല. പണ്ടൊരു നാറിയായിരുന്നില്ലയോ? പണ്ട് മറ്റേ ഊരിട്ടത് നല്ല ഒരു മണിയായിരുന്നു. എന്നിട്ട് എനിക്ക് കൽച്ചേട്ട വീട്ടിൽ പോയി എനിക്ക് അവിടം വരെ പോകുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വീട്ടിൽ കയറി കഴിഞ്ഞാൽ എന്നെ ഞാൻ കരയാതെ ഇറങ്ങിയിട്ടില്ല. ഒന്നെങ്കിൽ എന്റെ മണ്ടയ്ക്ക് എവിടെ എന്നെ ഇട്ട് കരയുക, ഞാൻ തൊട്ടാ കരയായിരുന്നു കണ്ട്. അതെപ്പോഴും ഈ എന്തെങ്കിലും റിയാക്ഷൻ തരുന്നവരെ നമുക്ക് ചെറിയാൻ തോന്നും. ഇപ്പൊ ഒന്നും ചെയ്യാത്തവരെ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. അതൊക്കെ
അത് എനിക്കറിയാം അവിടെ ചെന്ന് ഇത് സംഭവിക്കാം. എന്നാലും ഞാൻ ഈ സാറ്റ് കളി ഒരു ഭയങ്കര സീനല്ലേ. ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഇപ്പൊ വേണേലും കളിക്കാം. ഇവിടെ എന്താ അങ്ങനെ ഇപ്പൊ ചിലപ്പോ വിളിച്ചാൽ അവളൊക്കെ ഒന്ന് ഉറങ്ങി അല്ല ചിലപ്പോ ചില മൈനന്മാരില്ലേ നമ്മള് എണ്ണയിലൊക്കെ അമ്മമാരങ്ങ് പോകും. നമ്മളെങ്ങനെ വിളിച്ചിരിക്കും അവള് മരിപ്പ വരുമെന്ന് വിചാരിച്ചു. അമ്മമാരൊക്കെ കളി നിർത്തി വീട്ടിൽ പോയി. പിന്നെ വേറൊരു സാധനമുണ്ട്, മറ്റേ സാറ്റ് കളിക്കാൻ എണ്ണുന്നതിന് പുറകെ നിൽക്കണം. സാറ്റ് കളിക്കാൻ അവൻ എണ്ണി തരും പട്ടാന്ന് പറഞ്ഞ ഇങ്ങനെ നോക്കും. ഇങ്ങനെ കൈ പോകുന്നത് ആണെങ്കിൽ അടുത്തുണ്ടോ അപ്പൊ വേറെ ഒളിച്ചാലും ഒളിച്ചില്ലേലും സാറ്റ് ഒളിച്ചാൽ ഇതിനകത്ത് ഒളിച്ചില്ലെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഒളിച്ചാലും ഒളിച്ചില്ലേലും സാറ്റ്. ഇതിന് മറ്റേ സാറ്റ് മൂട്ടിലുള്ള ഒരു സാറ്റ് മറ്റേ പുറകെ നിൽക്കുന്നത്. ഇവന്മാരെ പേടിച്ച് എപ്പോഴും കാണാൻ ഒരുത്തൻ ഇങ്ങനെ പതിങ്ങനെ പട്ടായ അവരെ ഒന്നുകൂടെ എണ്ണിക്കും. നിങ്ങളെങ്ങനെയോ എണ്ണുന്ന എത്ര തീരുമാനിക്കും? ആൾക്കാരുടെ എണ്ണം വെച്ചിട്ടല്ലയോ നമ്പർ തീരുമാനിക്കുന്നത്. ഞാൻ ഈ പുറകെ വന്നിങ്ങനെ ഇതാണോ അല്ല ഈ തീരുമാനിക്കുന്നത് എണ്ണാൻ ആൾക്കാരെ അക്കായൊക്കെ പോയി അത്തിപ്പഴക്കൊത്തി തിന്ന് കടയിൽ പോയി ഒരു ദിവസം വള വാങ്ങി വളയുടെ പിന്നെ വേറെന്തായിരുന്നു വേറെ പറഞ്ഞു ഇങ്കി പിങ്കി പോങ്കി ഫാദർ ഹാർഡ് ഡോങ്കി അതൊക്കെ മറ്റേ സ്റ്റാൻഡേർഡ്സ്. ഒരു പാട്ടുണ്ടായിരുന്നു, വെള്ളക്കല്ലിൽ അരച്ചെടുത്ത് വെള്ളച്ചമ്മന്തി അച്ചമ്മന്തി ടേസ്റ്റ് നോക്കി അമ്മക്കടി കെട്ടി മോളെ 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 ഇതാരുണ്ടാക്കി അച്ഛ അച്ഛ ഇത് അമ്മ ഉണ്ടാക്കി ഓ ഓ ഇതൊന്നുകൂടെ പാടും. അല്ല ഇത് പാടിയായിട്ട് ലാസ്റ്റ് വരുന്ന ആളല്ലയോ. ഇങ്ങനെ എണ്ണി എണ്ണി ഓരോരുത്തന്മാര് പോകും. എത്ര നേരമാണ് ഇത് ആദ്യത്തെ എണ്ണൽ അങ്ങനെയാണ്. ആദ്യത്തെ എണ്ണയിൽ ഒരു പാട്ടുണ്ട്, തുടങ്ങിയ ആളെ തന്നെ അവസാനിക്കത്തുള്ളൂ ആ പാട്ട്. അതെ, ആ പാട്ട് എങ്ങനെയാണ് അങ്ങനെ വരത്തുള്ളൂ. ഇതറിയാത്തവന്മാര് നൈസിലെ കൂക്കി വിടും. ചില ഇതറിയാവുന്നവന്മാർ സമ്മതിക്കത്തില്ല, പിന്നെയും കൗണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ വേറെ പാട്ടിടും. എന്നായിട്ട് മറ്റേ നടക്കുന്നുണ്ടോ എന്നായിരുന്നു, ധൂമ് ചാലേ ബെടാക്കി ഷഡ്ഡി കടപ്പുറത്തെ കിടന്ന് കെട്ടി ഇട്ട് നോക്കി ലൂസ് ലൂസ്. അത് കൊറേ ലിറിക്സ് ഉണ്ടാവും. പക്ഷെ ഇതിലെല്ലാം നല്ല സാധനം ഇതാ. ഇത് ഞാൻ പറഞ്ഞത് അത് പെട്ടെന്ന് അല്ലല്ല വേറെ ഞാൻ ഇപ്പൊ ഒരു ഡസൻ വിളയാതോ അതിന് മുന്നേ പിന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോഴേ നമ്മള് ബാറ്റിംഗ് ഓർഡർ എങ്ങനെ തിരഞ്ഞെടുക്കാം? ഇതാർക്കാ ഇത് അവന്, ഇതാർക്കാ ഇതെനിക്ക്, ഇതാർക്കാ നമ്മള് വലിയ ടെക്നിക്കൊക്കെ ഏറ്റവും അവസാനം നമുക്ക് മെയിൻ പരിപാടി എങ്ങനെയാണ് ഞാൻ ചെയ്തോണ്ട് ഞാൻ ഇങ്ങനെ പോയിട്ട് ഈ ഒരു ഇവിടെ കൊണ്ട് ഇങ്ങനെ തൊടും. രണ്ടെണ്ണം തൊടുമ്പോ അവരോർക്കും ഇത് സെക്കൻഡാ എനിക്ക് ഇരിക്കട്ടെ, ഞാൻ ഈ കൈ കൊണ്ട് ഇത് വെക്കുന്നത് തൊടുന്നത്. അങ്ങനെ മറ്റേ ബാറ്റിംഗ് ഫസ്റ്റ് കിട്ടാതെ. പിന്നെ ചില നമ്മൾ കൊച്ചായിരുന്നപ്പോ എല്ലാമാരും ഉണ്ട് ബാറ്റിങ്ങും ബോളിംഗും ഇല്ല, ഫീൽഡിങ് ഇഷ്ടം പോലെ ഏതെങ്കിലും കാട്ടി പോയി നിൽക്കണം. ഞാനാണത് എല്ലാം അടിക്കുന്നത് അങ്ങോട്ട്. അത് ഈ നമ്മളെ ഇച്ചിരി മൂത്തോറോടെ കളിക്കുമ്പോ ഇങ്ങനെ ദൈവമേ കാറ്റൊന്നും ഇങ്ങോട്ട് വരല്ലേ, ഇതൊക്കെ താഴെ കാര്യമായ നാളൊക്കെയാണ്. കാരണം അന്ന് ഈ ബോള് പിടിക്കാനോ പിന്നെ മനസ്സിലായി ഇങ്ങനെയൊക്കെ കൈ വെക്കണം. അന്ന് ഇതാ കൊട്ട എങ്ങനെയൊക്കെ പിടിക്കും. ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മ, ഞാൻ ഇങ്ങനെ ഈ ആദ്യമായിട്ടാണ് പഠിച്ച് ഇങ്ങനെ പിടിക്കണോ, ഇങ്ങനെ പിടിച്ച് ഇതിന്റെ അടക്കണോ ഒറ്റടി. എന്താ ദൈവം. അയ്യോ, എനിക്ക് ബോൾ എറിഞ്ഞ ആളോ അടിച്ചാണോ എനിക്ക് ഓർമ്മയില്ല. ഈ സ്റ്റിച്ച് ബോൾ അവിടെ ആദ്യമായിട്ടാ വാങ്ങിച്ചത്. മുമ്പ് മറ്റേ നല്ല കട്ടിയായിരുന്നു. മായിരന്റെ കണ്ണിൽ തന്നെ ആദ്യം ഒറ്റൊരടി, ഈ കണ്ണ് ഫുള്ള് കറുത്ത്. ഞാൻ തൊട്ടാ കരയുന്ന സമയമാണ്. പിന്നെ ക്രിക്കറ്റ് കളിക്കുമ്പം ആരെങ്കിലും അടിച്ചാ കണ്ടത്തി ഇടും, പിന്നെ തപ്പാൻ ഇറങ്ങും എല്ലാരും അപ്പൊ ഏതേലും ഒരു ബോള് കിട്ടും. പണ്ടത്തെ ഏതേലും ഒരു പണ്ടടിച്ചിട്ടല്ല വേറെ ആരെങ്കിലും അടിച്ചിട്ട ബോള് ഇതാ ബോള് കിട്ടി. നമ്മളെ ബോള് നീലയായിരുന്നു, ഇത് മഞ്ഞായിരുന്നു. എപ്പോഴേലും അവിടെ ഇവിടെ മറ്റേ സ്റ്റംബർ എന്ന് പറഞ്ഞ ബോള്, ഈ സ്റ്റംബറിന്റെ മറ്റേ ഉപ്പിന്റെ ആ സാധനമുണ്ട്. നമ്മളിത് പറഞ്ഞിട്ടുണ്ടോ? ഇത് ഒരു കിടക്കിടാന്ന് ഒച്ച വെക്കും. അല്ല അതകത്ത് മറ്റേ നമ്മൾ എന്തോ ഓട്ട ഇടുന്ന അതൊന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. ഞാനത് തന്നെ പറയാൻ വന്നു. അതാരും കേട്ട് കാണത്തില്ല, ഏത് വീഡിയോ ആരും കാണുന്നത് പറയാൻ പറ്റില്ല. എന്തായാലും അതുവരെ ആരും കേട്ടു. പിന്നെ വേറൊരു സാധനം മറ്റേ ഇങ്ങനെ കല്ലിങ്ങനെ ഇങ്ങനെ വെച്ച് മറ്റേ എടുക്കുന്നത്, കല്ലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുക്കുന്ന സാധനം. പിന്നെ മറ്റേ ഗോലി വെച്ച് ഇങ്ങനെ അടിക്കുന്നത്, പിന്നെ കല്ല് പെറുക്കി ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട്
അത് ഏറുവന്ന് മറ്റേ ബോൾ എടുത്തുമ്പോ മുതുക നോക്കി എറിയാം. മറ്റേ 7 കല്ലിങ്ങനെ അടുക്കി വെക്കും ചെറിയത്. അതല്ലേ ഏറുവന്ന്. അത് 7 പീസ്. അത് ഈ സാധനം ഇട്ടിട്ട് എല്ലാരും ഓടിക്കും. അതിട്ട് എറിയും. എന്നിട്ട് എറിയുമല്ലോ. ഇത് വെക്കാൻ അതും മറ്റോണ്ടല്ലോ. ഇതിനകത്ത് മറ്റേ കല്ലൊക്കെ വെച്ച് പൊതിഞ്ഞ് ഇവന്റെ റബ്ബർ ബാൻഡൊക്കെ അല്ലാതെ നമ്മള് ഏറുപന്ത് കളിക്കുമല്ലോ. ഏറുപന്ത് എന്ന് വെച്ചാൽ ഇതില്ലാതെ തന്നെ നമ്മള് കൈ കിട്ടുന്ന എറിഞ്ഞ് അത് നല്ല മുതുകിരിട്ട ഷോട്ട് കിട്ടുന്നത്. അത് കണ്ടല്ലോ ഈ അത് വേദന എടുക്കാൻ വേണ്ടി കല്ല് വെച്ചിട്ട് ഈ പേപ്പർ വെച്ച് നനയ്ക്കും. വേദന ഉണ്ട്. ഇത് വെള്ളം നനയുമ്പോൾ അതിന്റെ ഇതാ ഈ സാധനം കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ എറിയാനൊന്നും കഴിവില്ല. അപ്പുറത്തെ പറമ്പിൽ ഞങ്ങള് സ്കൂളിൽ രാവിലെ വന്നിട്ട് ക്ലാസ്സിനകത്ത് കളിക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു ബോൾ എറിഞ്ഞ് മറ്റേ 2 ലൈറ്റിലും കൂടെ പൊട്ടി തറയിടും. വേറുണ്ട് ഈ റബ്ബർ ബാൻഡ് ഇടുവായിരുന്നല്ലോ ഏറുപന്ത് കളിക്കും. അപ്പം ഇത് ഞങ്ങൾ എന്നിട്ട് സ്കൂളിൽ എറിയുന്ന കളിക്കും. 2 സൈഡ് ഗ്രൗണ്ടിന്റെ 2 സൈഡ് നിൽക്കും. എന്നിട്ട് ഇത് എറിയും. അപ്പം ഇതിങ്ങനെ പിടിക്കണം 1 പോയിന്റ്. ഇത് എറിഞ്ഞാൽ ഒറ്റ കണ്ട് പിടിച്ചാൽ 2 പോയിന്റ്. അപ്പൊ എല്ലാരും ഇങ്ങനെ വലിച്ചു കുത്തിയൊക്കെ എറിയും. അപ്പൊ മെയിൻ പിടുത്തക്കാരുണ്ട് ഇവിടെ. അവന്മാരൊക്കെ മറ്റേ പ്രോ പ്ലേയേഴ്സ്. അവന്മാരിടയ്ക്ക് വന്ന് ഇങ്ങനെയൊക്കെ വന്ന് മറ്റേ ഷോ ആയിരുന്നു. ഇങ്ങനെ ഒറ്റ കൈ കൊണ്ടൊക്കെ പിടിച്ചെല്ലാരും മറ്റേത് ഓരോ പോയിന്റ് വെരി ഗുഡ് ഗുഡ് പ്ലേ. അയ്യോ ഓടി വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ കറങ്ങി ഒരു ഓട്ടം ഉണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ഈ റബ്ബർ ബാൻഡ് ഇടുന്നവർ ഇതിന്റെ ബൗൺസ് കൂടും. ഞാൻ ഒരു പാക്കറ്റ് റബ്ബറൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇതാ രാവിലെ സ്കൂളിൽ പോവാ ഇത് കെട്ടി കളിക്കാൻ. ഇത് കെട്ടി 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 2 അറ്റത്ത് നേരെ ഇന്റർവെൽ ആവും. പഠിക്കുക. ഇത് ബുക്കൊന്നും ഇല്ല. ഇത് രാവിലെ ഇരുന്ന് ഇതാ പരിപാടി. റബ്ബർ ബാൻഡ് ചുറ്റി എങ്ങനെ പരിപാടി. നമ്മളങ്ങനെ റഫ് ബുക്കൊന്നുമില്ല. എല്ലാ ബുക്കിലും ടെക്സ്റ്റ് ബുക്കിനകത്തൊന്നൊക്കെ കയറി ചിലപ്പോ കിട്ടിയില്ലെങ്കിൽ. പണ്ട് ഈ സാധനം ഉണ്ടായിരുന്നു റഫ് ബുക്ക്. അങ്ങനെ ഒരു സാധനം എന്തിനാന്നോ എന്റെ എഴുത്തല്ലാതെ മാത്രം. മറ്റേ നിനക്ക് ഓർമ്മയുണ്ടോ മറ്റേ ബുക്കിനകത്ത് ഈ ടേം ആവുമ്പോ ഇങ്ങനെ ഒരു സാധനം പക്ഷെ നോട്ടൊന്നും ഇല്ല. ഒരു പകുതി വർഷം തീർന്നു ഇപ്പോഴാ അറിയുന്നത്. ഫസ്റ്റ് ടൈം ആയി ഇത് മടക്കി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ എക്സാം. ഇത് മടക്കുമ്പോ സീനാ പരീക്ഷ. ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞിട്ട് കേട്ടോ മടക്കുന്നത്. മടക്കാറായ പരീക്ഷയാന്നർത്ഥം. ഞാൻ പണ്ട് കണക്കിന്റെ പുസ്തകം മറ്റേ കോളം പോലത്തെ ആദ്യത്തെ ഹോംവർക്ക് ഞാൻ ചെയ്തില്ല. എന്തോ അവരാദം വിളിച്ച ലൈൻസ് അതിനകത്ത് എന്തോരം ഉണ്ട് താഴോട്ടില്ലയോ. ഞാൻ ഒരു വർഷം സ്കൂൾ അവസാനിക്കുന്ന പുസ്തകത്തിന്റെ ചെയ്തിട്ട് ഇവർക്ക് സൈൻ ഇടുന്നൊരു പരിപാടിയുണ്ട്. ടീച്ചർമാർക്ക് ഓരോ ടേം ആകുമ്പോഴെങ്ങാണ്ട് ഈ പുസ്തകം വാങ്ങിച്ചിട്ട് സൈൻ എടുത്തു കമലപ്പേന നോട്ട്സ് ഉണ്ടോ ഒരു പ്രാവശ്യം എന്നെ പൊക്കി. ഒരാവശ്യം മറ്റേ ഇത് വരുമ്പോ ഞാൻ മറന്നുപോയി കിട്ടില്ല. ആ സമയത്ത് ഇവരെ കാണാൻ പേടി. ചില ടീച്ചർമാരും വേണ്ട ആർക്കാ കാണുമ്പോഴേ ഒരു ഓറ അവർക്ക്. എനിക്ക് വിറയ്ക്കാൻ തുടങ്ങി. എന്നെ ആവും മറ്റേ വിറക്കുന്നു. അന്ന് അടിക്കുന്ന ചൂരല് പൊട്ടിയ ചൂരലായിരിക്കും അറ്റത്ത് റബ്ബർ ബാൻഡ് ഇടും. ഞങ്ങൾക്ക് ഒരു സംസ്കൃതം ടീച്ചറുണ്ട്. ചൂരലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അയ്യോ പുള്ളിക്കാരി ഇതുപോലെ ഒരു ചൂരലെ കൊണ്ട് എനിക്ക് ആദ്യത്തെ എല്ലാവർക്കും കിട്ടി. എനിക്ക് ചൂരലടി ആദ്യം പേടിയായി. കൈയൊക്കെ ഇങ്ങനെ വെച്ച് മടക്കിയ പിന്നെ ഒന്ന് തുറപ്പിച്ചിട്ടടി കൈ മടക്കാൻ കൈ മാറ്റും നൈസിൽ മാറ്റുന്നതാണ്. ഇത് കൈ മാറ്റുന്ന സമയത്ത് ഇതിന്റെ തുമ്പ് കൈ നമ്മളൊന്ന് അറിയുക വേദന ഒരു സ്നീക്ക് പീക്ക് കിട്ടും. അതാ ഏറ്റവും സീന്. മറ്റേ നേരെ കയ്യിലടിക്കുന്നത് നമുക്ക് പ്രശ്നമില്ല. ഇത് തുമ്പത്ത് മറ്റേ ചിലപ്പോ റബ്ബർ ബാൻഡ് വേറെ എന്തെങ്കിലുമൊക്കെ സാധനം കാണും ഈ പൊട്ടുമ്പോ കെട്ടി വെക്കുന്നത്. ചില സമയത്ത് ഇങ്ങോട്ടൊക്കെ വരും. എന്നോ വേദനയാണ് ഇങ്ങനെ പൊളയും. പക്ഷെ ആദ്യത്തെ കുറച്ച് 2 ദിവസം അടി കഴിഞ്ഞപ്പം പിന്നെ ഒരു മൈരിയില്ല. അടിച്ചോ അത് വേദന നമ്മൾ അറിയത്തില്ല. തന്നെ ഒരു പ്രാവശ്യം അറിഞ്ഞ സുഖമാണ്. കുറച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. താഴമ്പാവും. എന്നെ മറ്റേ ഇതും കൊണ്ടല്ലേ സ്കെയിലില്ലേ മെറ്റലിന്റെ. എന്നെ ഏതാ വീട്ടിൽ മറ്റേ നീളമുള്ളത് 30 സെന്റിമീറ്ററിന്റെ പ്ലാസ്റ്റിക്കിൽ വെച്ച് ഒരൊറ്റ അടിക്കുക സ്കെയിൽ ഓടിക്കും. അങ്ങനെ മാട്ടിനെങ്ങാണ്ട് പറഞ്ഞ ഹിന്ദി സാറുണ്ടായിരുന്നു. എന്നാന്ന് വെച്ചാ പുള്ളിയുടെ ഒരു പിക്ചറുണ്ട്. എങ്ങനെ ഈ വിരൽ 2 കൂടെ ഇങ്ങനെ ചിലവരൊരു മറ്റടുത്ത പിച്ച് ഇങ്ങനെ എവിടെ എന്റെ മോനെ 5ാം ക്ലാസ് ആയപ്പോ മറ്റേ ന്യൂസ് വന്നു. പിള്ളേരെ ടീച്ചർമാരെ എല്ലാം ജയിലിൽ പോകും. ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമുള്ളത്.
അതുകൊണ്ട് ഞങ്ങൾ നന്നായി എല്ലാരും അറിയും ഇവര് രണ്ട് അടി കൊടുത്തോളാം കയറ്. അത് ചിലരുടെ പിച്ച് ഈ നഖം ഇങ്ങനെ ഈ എവിടുന്ന ഈ നഖമൊക്കെ വെച്ച് നഖം വെച്ചൊരു സാധനം നമ്മളിങ്ങനെ അയ്യോ ഇങ്ങനെ അങ്ങ് ആയി. ഇപ്പം വല്ല ആയിരിക്കണം മറ്റേ കാലേകാരി നിലത്തടിച്ച് തലവണ്ടി അടിച്ചു അവരൊക്കെ അതൊക്കെ കൊച്ചില് നീയാണേലും ഇപ്പം കൊച്ചുപിള്ളാരെല്ലാം അങ്ങനെയൊക്കെ എനിക്കിത് മനസ്സിലായി. നമ്മുടെ പട്ടി ഇടയ്ക്ക് വരും സ്നേഹിക്കാം എന്റെ കൈ നഖം കയറും. ഞാൻ തന്നെ വെട്ടാത്ത ഇതിങ്ങനെ വരുമ്പം നല്ല മാന്തി ഇട്ട് എനിക്കപ്പോ തിരിയും പട്ടയൊന്നൊരു അടി കൊടുക്കും. അതുപോലെ അവരും തരുത്. അതുപോലെ ഇപ്പൊ അതൊക്കെ അങ്ങനെ അടി കിട്ടിയോട് കുറച്ചേരം നന്നായത്. എനിക്കൊന്നും അടി കിട്ടാത്ത കുറവുണ്ട്. ബൈക്കൊക്കെ പറന്നു പോയി. അയ്യോ സ്കൂളിൽ പോകാറില്ലായിരുന്നു അതിന്റെ എല്ലാം കാണാനും എന്തെങ്കിലും പറയാ വിളിച്ചിരിക്കും. നൈസിനൊരു വയറുവേദന ഞാൻ എന്റെ മെയിൻ പരിപാടി എനിക്ക് തോന്നുന്നു അത് സ്കൂളിൽ ചെക്ക് ചെയ്യാല്ലേ. ഓ പോകുന്നതായിരിക്കും നല്ലത്. നീ തന്നെ എനിക്ക് വയ്യ എണ്ണിക്കാൻ പോലും വയ്യ. 26 മിനിറ്റായി. റെക്കോർഡല്ലേ ഓളക്കല്ലേ ഇത് ഓവർ ഹീറ്റ് ആകത്തില്ല. ഇവിടെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞോണ്ടിരുന്നേ? അല്ല ലാസ്റ്റ് ടീച്ചർമാരടിക്കുന്നത് അല്ല ആ സ്കൂളിൽ വയറുവേദന അഭിനയിക്കുന്നു. ആ സ്കൂളിൽ പോകുന്നതിന് അത് ചിലപ്പോൾ വർക്കാകത്തില്ല വീട്ടിൽ വെച്ച്. എന്റെ മെയിൻ പരിപാടി സ്കൂളിൽ ചെന്നിട്ടുള്ള പരിപാടിയുണ്ട്. എന്റെ സ്കൂളിൽ ഉച്ചക്ക് നൈസില് ഉച്ചക്ക് വയറുവേദന കൊണ്ട് ആദ്യത്തെ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്നാന്ന് അറിയത്തില്ല ഭയങ്കര വയറുവേദന. തലവേദന വർക്കാകത്തില്ല. തലവേദന കണക്ക് അവധ നടന്നോളാൻ പറയും. നമ്മള് വയറെ പിടിച്ചുള്ള സാധനത്തെ പിടിച്ചാലേ റൂമിൽ പോയി എടാ എല്ലാ സ്കൂളിലും ഒരു കട്ടില് കാണാം ഈ വയ്യാത്തവർക്ക് കിടക്കാൻ. ഞാൻ വെച്ചാൽ നൈസിന് വയ്യ തലവേദനയാ ഇന്നലെ കിടക്കുവേ. കുറച്ചേരം ഒരു വീടെ കൈ വന്ന് ചോദിക്കും എങ്ങനാ മാറിയോ? ഇല്ല വീട്ടിൽ നിന്ന് വിളിക്കണോ ഇത് കേൾക്കാൻ വേണ്ടി? വീട്ടിൽ നിന്ന് വിളിക്കണോ? ആ വിളിക്കണം കണ്ണട ആ പോയേക്കാം. അപ്പൊ നൈസിന് വരും. ഞാൻ എന്നെ ഞാൻ ആദ്യം തല പിത്തിയിടിപ്പിക്കും കരയാൻ വേണ്ടി. അഭിനയിക്കണോ? ചുമ്മാ വയറുവേദനയായിട്ടും കൊണ്ട് പോയാലെങ്ങനെ ഇത് ഒറിജിനാലിറ്റി ഉണ്ട്. ഞാൻ മറ്റേ മെത്തേഡ് ആക്ടിങ് ആയിരുന്നു. കൈയൊക്കെ സ്വയം ഇങ്ങനെ പിച്ചിട്ട് കരച്ചിൽ വരുന്നു ചോരയായിട്ട് ഭയങ്കര തലവേദന ഭയങ്കര വയറുവേദന വയറുവേദനയായിട്ട് നെറ്റി പൊട്ടി ചോര കളിച്ചോളൂ. എനിക്ക് ഭയങ്കര വയറുവേദന. വീട്ടിൽ പോകണം. ഒരു ക്ലാസ്സിൽ ഓരോ മൈരന്മാരുണ്ടേ. ഇവന്മാരെങ്ങനെയാ വനിയത് മറ്റേ ഉള്ളിയില് ചുമ്മാ ഒരു ഉള്ളി മറ്റേ കഷത്ത് വെക്കുന്നത് അത് അത്രയ്ക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് ശരിക്കും പനി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കൊണ്ടുവന്നിട്ടുണ്ട്. അത് വരുമോ? എനിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. പണ്ട് മറ്റേ വിരലി പിടിച്ച പിള്ളേരല്ലേ അങ്ങനെയല്ല. ഇവന്മാർ ഓരോ ഐറ്റങ്ങൾ കൊണ്ടു. ഒന്നെങ്കിൽ ഫോൺ എല്ലാ സ്കൂളിലും കാണാൻ കുറച്ച് മെണപ്പ് പിടിച്ചവന്മാര്. ഇവരൊക്കെ അതാ സ്കൂളിൽ ഫോണ് CD ഇതൊക്കെ കൊണ്ടുവരുന്നവന്മാര്. മറ്റേ ഒരു നേരം പൊക്കെയാ തുണ്ട് എന്നാ തുണ്ടൻ്റെതാ മറ്റേ തുണ്ടല്ല യൂട്യൂബിൽ വരുന്ന മറ്റേ ബി ഗ്രേഡ് ഐറ്റം മറ്റേ ഒരപ്പില് തുണി ഇട്ടോണ്ടുള്ള. ഞാൻ പറയുന്നില്ല. ഇവരെ തൂക്കിയതായിരിക്കും. അല്ല ഇവരെ പൊക്കി തന്നെ ഇവരെ സ്റ്റാഫ് റൂം ഈ CD കൊണ്ട് ഇടുക കാണാൻ എന്താണ് കാണാൻ. ഇതിട്ടപ്പം മറ്റേ ബ്ലൂ ഫിലിം ടീച്ചർമാര് പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. എന്റെ ഐറ്റം ഒന്നും അറിയത്തില്ലല്ലോ ബ്ലൂ ഫിലിം. അപ്പൊ പിള്ളേരെല്ലാം കൂടെ സ്റ്റാഫ് റൂമിലേക്ക് ഓടും എന്റെ ആ CDക്കകത്തുള്ള അറിയാൻ. സ്റ്റാഫ് റൂം നിറച്ച് പിള്ളേരാ. ടീച്ചർമാരെ പോ എന്നിട്ട് ഇവനെ അപ്പുറത്തെടുത്ത് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഓപ്പറേഷൻ മറ്റേ ഗെയിം CD ആയിരുന്നു. മറ്റേ നമ്മളെ പൊതിയത്തില്ലേ പൊതിയുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കയറ്റി. അതാ ഏറ്റവും നല്ല ഹൈഡിങ് സ്പോട്ട്. ഈ സാധനം നമ്മള് ബുക്കിന്റെ ഇടയിൽ വെച്ച് ആരെങ്കിലും തുറക്കുവാണെ ഇറങ്ങി പോകും. പൊതിയുടെ ഇടയിലോട്ട് നൈസ്. എന്നിട്ട് നമ്മൾ മറ്റേ എക്സ്ചേഞ്ച് ചെയ്യും. മറ്റേ ഇതാ സാഗരേലിയസ് ജാക്കി സീനാ. നേരെ വന്നിട്ട് ഒരു ബുക്ക് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കും. ഇത് അവനെ എല്ലാം ചെയ്തെല്ലാം പിന്നെ തിരിച്ചറിഞ്ഞോ ഇത് ലോണിലാണോ കൊടുക്കുന്നത് ഗെയിമൊക്കെ. അന്ന് CD വേണോ തിരിച്ചു എനിക്ക് ഒരു പ്രാവശ്യം ഒരു മഹത് വ്യക്തി CD കൊണ്ട് തന്ന എങ്ങനെയാ ബുക്കിന്റെ അകത്തല്ല വനിതയ്ക്കകത്ത്. അതാ ആരും അറിയുന്നത് ക്ലാസ്സിൽ വനിതയായിട്ട് ഒരു വനിതയെന്നൊക്കെ പറയുന്നത് അന്ന് ഈ സമയത്ത് ഈ വനിതയ്ക്കകത്ത് ഈ ബ്രേസറിന്റെയും ഇതിന്റെയും പരസ്യം കാണുന്ന നാളാണ് ഇങ്ങനെയൊക്കെ നോക്കുന്നത്.
ഏയ് അത് അങ്ങനെ വരാൻ വഴിയില്ല. കൊച്ചിലെ എനിക്ക് മറ്റേ ഇതായിരുന്നു, നാണമായിരുന്നു. ഇത് കീറിയെടുത്തോണ്ട് പോകുന്നത് വനിതയിൽ ആ പേജ് ആ കൊച്ചിയിൽ അങ്ങോട്ട് മാറി ഒരു ദിവസം കഴിഞ്ഞപ്പോ പിന്നെ അത് ആ പേജ് വനിത കാണാറില്ല. ഇപ്പൊ ഒരു പരസ്യം ഇടാറില്ലേ ഇത് വീട്ടുകാരെ? അല്ല വിറ്റനായിട്ട് കൂട്ടുകാരനോട് പറഞ്ഞു സീഡ് കൊണ്ടുവരാം. അവൻ പറഞ്ഞു സീഡ് കൊണ്ട് തരാം. അവന്റെ ഗെയിം സീഡ് കണ്ടു. GTA 4 എന്തോ വന്നതായിരുന്നു. സാധനം കൊണ്ട് തന്നു വനിതയ്ക്ക് സീഡ്. അവന്റെ തെറി പറഞ്ഞിട്ട് സാധനം ബാഗിനകത്തോട്ട് വെച്ച് വീട്ടിൽ കൊണ്ടുപോയി. സീഡ് എടുത്ത് ഇട്ടു. പ്ലീസ് പുട്ട് പാർട്ട് 1. പിന്നെ വേറൊരുത്തരുണ്ട് പെൻഡ്രൈവ് കൊണ്ട് തരും. ഇവരില്ലേ ഗെയിം കോപ്പി ചെയ്ത് തരാതെ ഷോർട്ട് കട്ട്. ഏറ്റവും എനിക്ക് പണ്ട് ഏറ്റവും ഒരു സങ്കടമുള്ള ഒരു കാര്യം, നമ്മൾ ഒരു ഗെയിമൊക്കെ കളിച്ച് ഇൻസ്റ്റാൾ എല്ലാം ചെയ്ത് അരമണിക്കൂർ എടുത്തത് ഇങ്ങനെ 1, 2, 3, 4, 5 എല്ലാം കഴിയും വർക്ക്. കമ്പ്യൂട്ടർ പോരാ, കമ്പ്യൂട്ടർ താകാനുള്ള ഗ്രാഫിക്സ് കാർഡോ അതൊന്നും ഇല്ല. നമ്മൾ മറ്റേ ഇത്രയുള്ള പെട്ടി കമ്പ്യൂട്ടറിനകത്ത് മറ്റേ ഏതാ വലിയ ഗെയിമൊക്കെ ഇടത്. അപ്പത്തേക്ക് ആ സാധനം അതാ ഇടുന്നത്. ഇത് ലാസ്റ്റ് വർക്കാത്തപ്പോ എന്തോ സങ്കടമാണെന്ന് പറയും വർക്ക് ചെയ്തില്ലെന്ന്. ഞാൻ ഒരു സമയത്ത് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടാ ഞാൻ ഗ്രാഫിക്സ് കാർഡ് വാങ്ങിച്ചു. ഗ്രാഫിക്സ് കാർഡിന് വേണ്ടി ഞാൻ പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നൈസ് നമ്മുടെ ചേട്ടന്മാരോടെ ജോലിയുള്ള ഒരു ഗ്രാഫിക്സ് കാർഡ് സെറ്റ് ചെയ്ത് തരാടാ. ഉണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. 2GB ഗ്രാഫിക്സ് കാർഡ്. ആദ്യത്തെ ഗ്രാഫിക്സ് ഞങ്ങൾ മറ്റേ ഇതിന്റെ എന്തോ ഗെറ്റ് ഫോഴ്സ് ഒക്കെ GeForce NVIDIA. 2GB ഗ്രാഫിക്സ് കാർഡ് എപ്പോഴും പറഞ്ഞു. അയ്യോ എന്തൊക്കെ ചെയ്യണം. കനൽ ചേട്ടൻ അങ്ങനെ കനൽ ചേട്ടൻ്റെ വർക്ക് ചെയ്തില്ല ഒന്നും. അല്ല എന്നിട്ട് ഗ്രാഫിക്സ് കാർഡ് വാങ്ങിച്ചു. എന്തോ കരഞ്ഞു പിടിച്ചു. അതെന്നാ പറയുക, സാൻ ആൻഡ്രിയാസ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് വർക്കായില്ല. ഞാൻ വീട്ടിൽ കരഞ്ഞ സീനായി. അപ്പോഴത്തേക്കും അപ്പം പോയി കൃത്യം സാൻ ആൻഡ്രിയാസ് വർക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്തു. സാൻ ആൻഡ്രിയാസ് മാത്രം വർക്കാവും, വേറൊന്നും വർക്കാവും. പിന്നെ എൻ്റെ ഒരു നമ്പർ ഉണ്ടായിരുന്നേ, എനിക്ക് പ്ലേ സ്റ്റേഷൻ മേടിക്കണം PS2. ഞാനിങ്ങനെ ഇത് അപ്പനോട് എങ്ങനെയും പറയണം. അപ്പനോട് പറഞ്ഞു. അപ്പൻ സീനാന്ന് ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെയൊക്കെ ചുമ്മാ അഭിനയിക്കും. അത് ജോയിസ്റ്റിക്കാ. അപ്പൻ പൊട്ടങ്കളി നൈസിന് അപ്പുറത്ത് വരും. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഇതെന്താ ഒരു ക്ലൂ ആയിട്ട് കൊടുക്കുന്ന പ്ലേ സ്റ്റേഷൻ. ഞാൻ കരഞ്ഞ് എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ കരഞ്ഞ് കൂവി അങ്ങനെ മേടിച്ച PS2 മേടിച്ചായിരുന്നു സാറ്. കരഞ്ഞ് കാല് മേടിച്ച് അതിന് താടിയെല്ലാം വെള്ളമായിരിക്കും. മറ്റേത് ആണോ? മറ്റേ ഞങ്ങള് ഡൽഹിയിൽ പോയി PS2 ചേട്ടൻ PS2 വാങ്ങിക്കുന്നുണ്ട്. ഡൽഹി പോയപ്പോ ആദ്യമായിട്ട് മറ്റേ ചോർപ്പ സാറായിരുന്നു. ഏതോ മറ്റേ ഗുഹയ്ക്കകത്തുള്ള സ്ഥലത്ത് പോയി. അവിടെ പോയിട്ട് ഒരു പുള്ളി മാടി വിളിച്ചു ചേട്ടനെ ഗെയിം സീഡ് തരാന്ന്. ചെന്ന് വാങ്ങിച്ച് ഡ്രാഗൺ ബോൾസി തിരിച്ച് വീട്ടിൽ വന്നപ്പോ തന്നെ PS2 കമ്പ്യൂട്ടറിന്റെ ഗെയിം അത് മാറാൻ കഴിവറിഞ്ഞ അത് എഴുതിയിരിക്കുന്നുണ്ട് ഗെയിം സ്റ്റേഷൻ. ഇതെന്തോ ഗെയിം സ്റ്റേഷൻ അതങ്ങനെയാ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2 വർഷം കണ്ട് കഴിഞ്ഞിട്ട് ചേട്ടൻ PS2. പക്ഷെ അത് ആ CD ഞാൻ ഉപയോഗിച്ചു. പിന്നെ അതാണ് ഏറ്റവും ബെസ്റ്റ് ഗെയിം വി എവർ ഹാഡ്. നിർത്താന്ന് നല്ല മൂടായി വരുവായിരുന്നു. കട്ടോ